ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാകുന്ന വിവിധ തരം റിസ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് റിസ്ക്. ഒരു ബോറോവർ അയാൾ എടുത്ത ലോണും അതിൻ്റെ പലിശയും തിരിച്ചടക്കാതെ വരുമ്പോൾ ബാങ്കിനുണ്ടാകുന്ന റിസ്ക്കാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റിസ്ക് ഈസ് ദ റിസ്ക് ഓഫ് ഡിഫോൾട്ട് ഓൺ എ ഡെപ്റ്റ് ദാറ്റ് മേ എറൈസ് ഫ്രം എ ബോറോവർ ഫെയിലിംഗ് ടു മേക്ക് റിക്വേർഡ് പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റിസ്ക്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പ്രതികൂലമായി ബാധിക്കും. അതിനെയാണ് ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റെപ്യൂട്ടേഷണൽ റിസ്ക്. അതായത് ബാങ്കിൻ്റെ ചില ഡൗട്ട്ഫുൾ ആയ പ്രവർത്തനങ്ങൾ കൊണ്ട് ബാങ്കിൻ്റെ ഇമേജിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബാങ്കിനോടുള്ള സമീപനത്തിനോ എന്തെങ്കിലും കോട്ടം തട്ടുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് റെപ്യൂട്ടേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. റെപ്യൂട്ടേഷണൽ റിസ്ക് ഈസ് ദ റിസ്ക് ഓഫ് ഡാമേജ് ടു ബാങ്ക്സ് ഇമേജ് ആൻഡ് എ പബ്ലിക് സ്റ്റാൻഡിംഗ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു സം ഡൗട്ട്ഫുൾ ആക്ഷൻ ടേക്കൺ ബൈ ദ ബാങ്ക്സ്. നെക്സ്റ്റ്, ബിസിനസ് റിസ്ക്. ബാങ്ക് ഒരു റോങ് ബിസിനസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് മൂലമോ അല്ലെങ്കിൽ റോങ് ആയ ഒരു ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് മൂലമോ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്ക് ഈസ് എ റിസ്ക് കോസ്ഡ് ബൈ എ ബാങ്ക് ചൂസ് ദ റോങ് സ്ട്രാറ്റജി ഓർ ഫോളോ എ ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജി വിച്ച് മൈറ്റ് ലീഡ് ടു ഇറ്റ്സ് ഫെയിലർ. മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് കമ്മോഡിറ്റീസിൻ്റെയോ സെക്യൂരിറ്റീസിൻ്റെയോ വിലയിലെ ഫ്ലക്ച്വേഷൻസ് മൂലമുണ്ടാകുന്ന റിസ്ക്കാണ് മാർക്കറ്റ് റിസ്ക്. നെക്സ്റ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റിസ്ക്. ആദ്യം നമുക്ക് എന്താണ് ലിക്വിഡിറ്റി എന്ന് നോക്കാം. ബാധ്യതകൾ യഥാസമയം കൊടുത്തു തീർക്കുവാനുള്ള ബാങ്കിൻ്റെ കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിപ്പോസിറ്റേഴ്സിന് ഡിപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കുവാനും മാത്രമല്ല ലോൺ കൊടുക്കുവാനുമൊക്കെയുള്ള ബാങ്കിൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് നോക്കാം. അതായത് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ പണം ബാങ്കിൻ്റെ കൈവശം വയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പറേഷണൽ റിസ്ക്. അതായത് ബാങ്കിൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സിലുണ്ടാവുന്ന ഫെയിലിയർ മൂലമുണ്ടാകുന്ന റിസ്ക്കാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. അതായത് ബാങ്കിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ പിഴവുകൾ മൂലമോ അല്ലെങ്കിൽ പിന്നെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമോ, ഇപ്പോൾ സിസ്റ്റം സെർവറിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിൻ്റെ മോശമായ നടപടിക്രമങ്ങൾ മൂലമോ അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനത്തിൻ്റെ അപര്യാപ്ത മൂലമൊക്കെ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. അതായത് ബാങ്കിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളുടെ പരാജയം മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്.